ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു കൈൻഡ് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കണമെന്നൊന്നും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പണ്ട് മുതലേ വീഡിയോ കാണുന്നവർക്കറിയാം, മൊത്തത്തിൽ കാലാവസ്ഥയൊക്കെ അടിപൊളിയാണെങ്കിൽ എനിക്ക് അന്നൊരു വീഡിയോ എടുക്കാൻ തോന്നും. അങ്ങനെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. അത് മാത്രമല്ല, ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊന്നും ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് അതൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കൂടെ വിചാരിച്ചു. രാവിലത്തെ സൺലൈറ്റും പിന്നെ പിൻട്രസ്റ്റും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസം. ഇതാണ് എൽസ ഇവിടെയല്ല താമസിക്കുന്നത്, പക്ഷേ ഇങ്ങോട്ടേക്കൊക്കെ വരാറുണ്ട്. ചെറുതായപ്പോൾ ഉള്ള എൽസയാണ് ഇത്. ഇപ്പൊ ഇതാ ഇത്രയായി. ലാസ്റ്റ് ഇയർ ദിസ് ടൈം കുറേ അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത്തത്, ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു സമയത്തായിരുന്നു ഒന്ന് റീച്ചായി വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ജാനുവരിയിലേക്കുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്ലസ് ഞാൻ കലണ്ടർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ വർഷം കുറേ പ്ലാനിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഒന്നിനും സമയം കിട്ടുന്നില്ല. ഇത് ലാസ്റ്റ് ഇയർ വാങ്ങിച്ച അതേ ക്രിസ്മസ് ട്രീ ആണ്. ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തലേ ദിവസം എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ വേറെ ഒന്ന് വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് ഇത് റൂമിന്റെ സൈഡിലായി ഒരു കോർണറിൽ സെറ്റ് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ഇത് മതിയെന്ന് വിചാരിച്ചു. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സൺഡേ ആണ്. അതിന്റെ തലേ ദിവസം സാറ്റർഡേ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ആ ദിവസം ഞാൻ റൂം അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ക്ലീനിങ് ആയിരുന്നു അത്. ലൈക്ക് ഇപ്പോഴും ഭയങ്കര ക്ലീൻ ആക്കി വെച്ചിട്ടൊന്നുമില്ല റൂം. മെയിൻ ആയിട്ട് റൂമിലുള്ള അൺവാണ്ടഡ് സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞതാണ് ആ ഒരു ക്ലീനിങ് കൊണ്ട് ഉദ്ദേശിച്ചത്. എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്കൊരു സാധനം കിട്ടിയാൽ ഇത് കളയേണ്ട ഒരു സാധനം ആയിരിക്കാം, പക്ഷെങ്കിൽ അതെനിക്ക് കളയാൻ തോന്നൂല. എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് ഇതിന്റെ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് സൂക്ഷിച്ചു വെക്കും. മെയിനായിട്ട് ഞാൻ ഈ റൂമിൽ നിന്ന് ഒഴിവാക്കി വിട്ടത് കുറെ കാർഡ്ബോർഡ് ബോക്സ്. ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്, വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കി ഒരു നെഗറ്റീവ് എനർജി ഒക്കെ പോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല എന്ന്. അതൊക്കെ ഒന്ന് എഴുതി വെക്കാം, പ്ലാൻ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നതാണ്. പ്ലാനിങ്ങിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് പിൻട്രസ്റ്റ് ആണ്. അതിൽ റെഫറൻസ് ഒക്കെ നോക്കിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ക്രിസ്മസിന് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കുകയാണ്. ഇപ്പോൾ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്രിസ്മസ് ആക്ടിവിറ്റീസ് വെറുതെ അടിക്കുമ്പോഴേക്കും എത്ര ആക്ടിവിറ്റീസ് ആണ് വരുന്നതെന്ന് അറിയോ. ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും ചെയ്യാം, ഈസി അല്ലേ, ചെയ്താൽ നല്ല രസമല്ലേ എന്നൊക്കെ വിചാരിക്കുമെങ്കിലും പക്ഷെ എന്താ പറയാ, ചെയ്യാൻ പറ്റൂല. ഞാൻ ഇങ്ങനെ തന്നെ കുറെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ചെയ്യാനുള്ള ഒരു ഇത് എനിക്ക് കിട്ടുന്നില്ല. പൈപ്പ് ക്ലീനേഴ്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഉച്ച സമയമായപ്പോൾ നല്ല വിശപ്പ് വന്നു. നല്ല അടിപൊളി ബുൾസൈ ഒക്കെ ഉണ്ടാക്കി എസ്തെറ്റിക് ആയിട്ട് വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചപ്പോൾ മുട്ട അങ്ങ് എന്താ രസമില്ലാത്തൊരു മുട്ടയായിപ്പോയി. ഞാൻ ഉദ്ദേശിച്ച ബുൾസൈയുടെ പിക്ചർ ഞാൻ ഇതാ ഇവിടെ കൊടുക്കാം. ഈ ഒരു ബുൾസൈ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഇതാ കിട്ടിയ ബുൾസൈ ഇങ്ങനെയാണ്. സാരമില്ല, എപ്പോഴും എല്ലാം ശരിയായിന്ന് വരൂലല്ലോ. എന്തായാലും ആ ഒരു ബുൾസൈയും ഉപ്പേരിയും ചിക്കനൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിച്ചു. ചോറൊക്കെ കഴിച്ച് നന്നായിട്ട് റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പം ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ച LED ലൈറ്റ് വർക്ക് ചെയ്യുമോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഡേ മുതൽ മൊത്തം ഒരു ക്രിസ്മസ് വൈബിൽ റൂമിനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ക്രിസ്മസ് ആവാൻ അത്ര ദിവസമേ ഉള്ളൂ, ഒരു 10-15 ദിവസം കൊണ്ട് ക്രിസ്മസ് ആവും. ഓൾസോ ഒരു സന്തോഷ വാർത്തയുണ്ട്, നമുക്ക് 25K+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 25K ആയ സമയത്ത് തന്നെ നിങ്ങളോട് ഇതിനെപ്പറ്റി ഒന്ന് പറയണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഇപ്പം 27K അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അതെ, നിങ്ങൾ ആലോചിക്കുന്ന തന്നെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. വേറൊന്നല്ല, നമ്മുടെ ഗിവ് അവേന്റെ കാര്യമാണ്. 10K ആയ സമയത്ത് ഞാൻ ഗിവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഗിവ് അവേ 25Kയിലാണെന്ന്. ആൻഡ് ഇപ്പോൾ നമുക്ക് 25K ആയിട്ടുണ്ട്. അതിന്റെ ഗിവ് അവേ എന്തായാലും ഉണ്ടാവും. 25K പ്രമാണിച്ച് ഒരു Q&A, പിന്നെ അതുപോലെ തന്നെ ഗിവ് അവേ, ഇതൊക്കെയാണ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തത്. പക്ഷെ ഈ ഒരു ഡിസംബറിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു മന്തിൽ തന്നെ നമുക്ക് ജാനുവരി പ്രപ്പ് വീഡിയോസ് ഒക്കെ ചെയ്യാനുണ്ട്, അതുപോലെ ക്രിസ്മസിന്റെ വീഡിയോസ് ചെയ്യാനുണ്ട്, വേറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ ഈ ഒരു മന്ത് അത് നടക്കൂല. കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ജാനുവരി ടൈമിൽ നമുക്ക് ഗിവ് അവേ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഗിഫ്റ്റ് ഒക്കെ സെലക്ട് ചെയ്യാനും കാര്യമായിട്ട് ചെയ്യാനുള്ള ഒരു ടൈം എനിക്ക് ഇപ്പൊ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ജാനുവരിയിലേക്ക് മാറ്റിയത്. അതുപോലെ തന്നെ റൂം മേക്ക് ഓവർ കാര്യങ്ങളൊക്കെ ജാനുവരിയിൽ തന്നെയാണ് ഉണ്ടാവുക. ഈ ഒരു മാസം തന്നെ ഒക്കെ ചെയ്യാൻ നിന്നാല് മൊത്തം ഒരു എടിപിടി ആയിപ്പോവും. അതുകൊണ്ട് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് ജാനുവരിയിലേക്ക് നമുക്ക് കുറച്ച് അടിപൊളിയായിട്ടൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങളോട് എനിക്കൊരു ബിഗ് താങ്ക് യു തന്നെ പറയാനുണ്ട്. ഈ ഒരു ചാനൽ ഇത്ര വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. എനിക്കറിയാം ഞാൻ അത്രയും കൺസിസ്റ്റന്റ് ആയിട്ടൊന്നുമല്ല വീഡിയോസ് ഇടുന്നത്. കുറെ ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ട്, ഓരോ മാസങ്ങളിൽ ഞാൻ വീഡിയോസ് ഒന്നും ഇടാണ്ടുണ്ട്. എന്നാലും നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ എന്നാലും വീഡിയോസ് ഒക്കെ ഇട്ടുപോയത്. അതിന് ഒരുപാട് നന്ദി. അപ്പൊ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കാർഡ്ബോർഡ് ബോക്സിലായിട്ട്. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. കഴിഞ്ഞ വർഷത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് ഈ ഒരു പെട്ടി എന്തായാലും ഓർമ്മയുണ്ടാവും.
വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴേക്കും ഞാൻ കുളിച്ചെത്തിയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ക്ലാസ്സിലേക്ക് ചെറിയൊരു വർക്ക് ഉണ്ട്, അതൊന്ന് സ്റ്റാർട്ട് ചെയ്യണം, അത്രേ ചെയ്യാനുള്ളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഞാൻ അത്യാവശ്യം എല്ലാ ദിവസവും റീൽസ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ നടക്കണം. അതുകൊണ്ട് ഇന്നിപ്പോൾ എന്താ പോസ്റ്റ് ചെയ്യാന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുകയും വേണം. ഈ ഒരു ഡിസംബറിൽ ഞാൻ ഇങ്ങനെയൊന്നല്ല പ്ലാൻ ചെയ്തത്. കാര്യമായിട്ട് കുറേ വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ചെയ്യാൻ പറ്റുന്നില്ല. പ്ലസ് നമ്മുടെ ഈ ഒരു ജേർണൽ ബുക്ക് എനിക്ക് കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇനിയും പേജസ് ബാക്കിയുണ്ട്. ഈ ഒരു വർഷം തന്നെ ആ ബുക്കിലെ പേജസ് കംപ്ലീറ്റ് ആക്കിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും. പക്ഷേ എനിക്ക് അറിയില്ല അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോന്ന്. നിങ്ങളോട് ഞാൻ പറയും ജേർണൽ സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇനി ഡെയിലി ജേർണലിന്റെ ഷോർട്സ് ഉണ്ടാവും എന്നൊക്കെ. അങ്ങനെ 2 ദിവസം ഷോർട്സ് ഇടും, പിന്നെ ഞാൻ ഗോസ്റ്റ് ചെയ്തു പോകും. ലൈക്ക് എന്നെ പിന്നെ നിങ്ങൾ കാണൂല. ഞാൻ എന്തായാലും ജേർണൽ ചെയ്തു പോവും. അത് എപ്പോഴും വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി ജേർണലിംഗ് ചെയ്യുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, ഭയങ്കര റിലാക്സിങ് ആണ്, നല്ല രസമാണ് ചെയ്തു പോകാൻ. പക്ഷെ എവിടെയാണ് പിന്നോട്ട് വലിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ക്യാമറ സെറ്റ് ചെയ്ത് ജേർണലിംഗ് ചെയ്യുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ഇപ്പൊ ഷോർട്സിലൊരു കൺസിസ്റ്റൻസി വന്ന സ്ഥിതിക്ക് ഞാൻ ജേർണലിംഗ് വീഡിയോസും എന്തായാലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ലൈക്ക് എനിക്ക് ആ ഡേ ഇൻ മൈ ലൈഫ്, ഡെയിലി വ്ളോഗ് അങ്ങനത്തെ കോണ്ടന്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഡേയ്സിൽ ഞാൻ എന്തായാലും ജേർണലിംഗ് വീഡിയോസ് ചെയ്യും. ഒരു ദിവസവും മുടങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകാനാണ് ഞാൻ ഇപ്പം മനസ്സിൽ പ്ലാൻ ചെയ്തത്. ഇങ്ങനെയൊക്കെ നടന്നാൽ നല്ലത്. നമ്മൾ ജാനുവരിയിൽ നന്നാവാന്ന് വിചാരിച്ചിട്ട് ജാനുവരിയിലേക്ക് മൊത്തം കോണ്ടന്റ് ഒക്കെ പ്ലാൻ ചെയ്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ പോവാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കൂല. ഞാൻ ജാനുവരി അല്ലെങ്കിൽ പുതിയൊരു വർഷത്തിന്റെ ട്രയൽ വേർഷൻ ആയിട്ടാണ് ഈ ഒരു ഡിസംബർ മാസത്തിനെ കാണുന്നത്. അതിപ്പോൾ ഈ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ യൂട്യൂബിന് മാത്രമല്ല, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ലൈക്ക് ഇപ്പോൾ പഠിക്കുന്ന ആരെയാണെങ്കിലും ഈ ജാനുവരി 1 തൊട്ട് ന്യൂ ഇയർ തൊട്ട് ഞാൻ നന്നാവെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇപ്പൊ ഡിസംബർ ആയി. നമ്മൾ ഈ ഒരു വർഷം തുടങ്ങുന്ന സമയത്തും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എത്തുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെയാ ശ്രമിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാ നമ്മൾ ചെയ്യുന്നു വിചാരിച്ചതെന്നും കൂടെ ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് ന്യൂ ഇയറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് ആ ഒരു സമയത്തേക്ക് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യാൻ വിചാരിച്ചത് അതിന്റെ ഒരു ട്രയൽ വേർഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് അതൊരു ഹാബിറ്റ് ആക്കി മാറ്റാൻ ശ്രമിക്കുക. കുറെ പേര് അതുപോലെ തന്നെ വിഷൻ ബോർഡിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള വിഷൻ ബോർഡ് ഉണ്ടാക്കുമല്ലോ, അതെപ്പോഴാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി അടുത്ത വർഷത്തേക്കുള്ള വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പിന് ജോയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു വർക്ക്ഷോപ്പിൽ എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇത് ഒരു ലൈവ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും. ഇതിൽ നമ്മളൊക്കെ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് ഈ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ അടുത്ത വർഷത്തേക്കുള്ള വിഷൻ ബോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അതുപോലെ തന്നെ 2025 വിഷൻ ബോർഡും എൻ്റെ ഇപ്പോഴത്തെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. ഞാൻ അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സമയം കൂടെ കിട്ടിയാൽ മതി. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് തന്നിട്ടുള്ള ആ ഒരു വർക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. ഇതിന് തൊട്ട് മുന്നേ ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് എന്തെങ്കിലും പോസ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയതാണ്, എന്തെങ്കിലും ഡൂഡിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. പക്ഷെ എന്തോ ശരിയായില്ല. അതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ മാറ്റി വെച്ചിട്ട് ക്ലാസ്സിലേക്കുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ഒരു പ്രൊജക്റ്റ് തന്ന സമയത്ത് ഞാനതൊന്ന് ഡോക്യുമെന്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കുറേ നല്ല റെസ്പോൺസ് ഒക്കെ തന്നിട്ടുണ്ട്. ഈ ഒരു മന്തിലേക്കും ഞങ്ങൾക്ക് അങ്ങനെ തന്നെ വേറൊരു വർക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ജസ്റ്റ് ഒന്ന് ചെയ്തു വെക്കാൻ വേണ്ടി തന്നൊരു വർക്കാണ് ഞാൻ ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ബുക്കിന്റെ കവർ പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്ന ടാസ്ക്. അതുകൊണ്ട് ഒരു ബുക്കിന്റെ അളവ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇല്ലുസ്ട്രേറ്ററിലിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഡിസൈനിങ് ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ബുക്കിന്റെ അളവ് കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഏത് കോഴ്സാണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ Q&Aയിൽ പറയാനാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം ഞാൻ പറയാനാണെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഡിപ്ലോമ കോഴ്സാണ്, മൾട്ടിമീഡിയ ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഇതിലിപ്പം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മന്ത്ലി എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് ഞങ്ങൾക്ക് തരാറുണ്ട്. ഞങ്ങൾക്ക് എന്നിട്ട് ഇത് സ്റ്റേജിൽ പ്രസന്റ് ചെയ്യണം. അപ്പം ഓരോ മന്തിലും ഇങ്ങനെ ഓരോരോ ടാസ്ക് ഒക്കെ തരും. ഈ ഒരു ഡിസംബർ മാസത്തെ പ്രൊജക്റ്റും തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി പ്രൊജക്റ്റ് അല്ല. ഈ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആക്ച്വൽ പ്രൊജക്റ്റ് എന്താണ് പറഞ്ഞു തന്നത്. സോ ഇതതിൻ്റെ ഒരു ട്രയൽ പോലെ എന്തോ ഞാൻ ചെയ്യുകയാണ്. സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യേണ്ടത് ഈ മാസം ലാസ്റ്റ് ആണ്. അപ്പം ഈ ഒരു പ്രൊജക്റ്റും ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അപ്പം മൊത്തത്തിലൊരു സമയം കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണ് എനിക്ക്. ബട്ട് സ്റ്റിൽ ഞാൻ കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്.
ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ആ വർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒന്നും ചെയ്തില്ല എന്ന് വേണ്ടാലോ, എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ അത്രേ ആയല്ലോ. ഓൾസോ നമ്മുടെ റൂം മേക്ക് ഓവറിന്റെ ഭാഗമായിട്ട് ഞാൻ വാങ്ങിച്ച ലാമ്പും ഈ ഒരു ഷെൽഫും നിങ്ങൾ ഷോർട്സിലൂടെ കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ വീഡിയോസിലൂടെയും കണ്ടിട്ടുണ്ടാവും. ഇനി കാര്യമായിട്ട് എനിക്ക് എൻ്റെ ചെയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, എന്നാൽ പിന്നെ ഏകദേശം മൊത്തത്തിൽ റെഡിയാവും. ഇതൊക്കെ എന്താ പറയുക, മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ട് ജാനുവരിയിൽ കാണാം. ഞാനും റൂം മേക്ക് ഓവറിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഓരോരോ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൽ റൂം മേക്ക് ഓവർ വേഗം പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്. ജാനുവരിയിലേക്ക് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ഒരു കുഞ്ഞു ദിവസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.